അസ്സലാമലൈക്കും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കേൾക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോൾ കേൾക്കണുണ്ടായിരിക്കും. അപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല. എനിക്ക് ഉറക്കപ്പിച്ച കാരണം പിന്നെ ഞാൻ എടുത്തില്ല. അത്താഴത്തിന് കഞ്ഞി കുടിച്ച് സുന്നത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. ഇനി നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഓതിയിട്ട് കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത്താഴമൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായി, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, എടുത്തില്ല. ഉറക്കപ്പിച്ചിൽ ഇങ്ങനെയൊക്കെയോ ആണ് അതൊക്കെ കഴിച്ചു വന്നത്. നമസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാനുള്ള ധൃതിയിലാണ് കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഇല്ല എന്നല്ല, ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു നൈറ്റ് പേഴ്സണാണ്. ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായിട്ട് എണീക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരം അത് കഴിഞ്ഞിട്ടുള്ള ഓത്തെന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ കുറച്ചധികം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. അതായത് ഞാൻ പെട്ടെന്നെല്ലാം കഴിഞ്ഞിട്ട് വേഗം, ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കേട്ടോ ഇത്രയും കട്ടിയുള്ള പുതപ്പ്, വേഗം തന്നെ കിടന്നുറങ്ങിയേ. അപ്പോൾ ഇപ്പോൾ 12:45 ഞാനിപ്പോഴാണ് അത്താഴം കഴിഞ്ഞിട്ടുള്ള കിടത്തം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം, എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യണം. ഇപ്പം തന്നെ 1 മണിയാവാറായി. അങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറി, വെള്ളയപ്പത്തിനുള്ള മാവുണ്ട്. ഇന്നലെ പിടിച്ച കുറച്ച് കടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പതാ പഴം, നേന്ത്രപ്പഴം നമുക്കിവിടെ കിട്ടില്ല. നമുക്കൊരു കൂട്ടർ തന്നാണ് കേട്ടോ. കുറച്ച് പഴുപ്പിക്കാൻ വെച്ചേക്കായിരുന്നു. അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പരിപാടി തുടങ്ങാം. പിന്നെ എനിക്കിപ്പോൾ തന്നെ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഫുഡ് കൊടുത്ത്. അപ്പം പിന്നെ ഇനി കുറേ നേരത്തേക്ക് നോക്കണ്ട. തുടങ്ങാം. മെനു ഞാൻ പറഞ്ഞ പോലെ ഉന്നക്കായ, ചിക്കൻ കറി ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ചിക്കൻ പൊരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. കാരണം മീൻ കറി ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട്. ഉന്നക്കായ ഞാൻ ഇതൊരു ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ഉമ്മച്ചിയുടെ ഒരു ഹെൽപ്പറായിട്ടാണ് ഞാൻ നിന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, കാരണം ഉമ്മച്ചിയുടെ ഒപ്പം നിന്നിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അങ്ങനെ. അപ്പോൾ ഉമ്മച്ചിയുടെ ഒപ്പം നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുക, പൊരിക്കുക, അതുപോലെ നമുക്കുള്ളിൽ വേണ്ട ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു 90% ഒരു ഭാഗമായിരുന്നെന്ന് ഉമ്മച്ചി ഇല്ലാതായപ്പോട്ടോ എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാനത് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒറ്റക്കും പഠിക്കണമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ത്രില്ലും കൂടി എനിക്കുണ്ട് കേട്ടോ, ഒറ്റക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പോകുന്നു എന്നതിൻ്റെ. പിന്നെ വലിയ കൺഫ്യൂഷനൊന്നുമില്ല, എനിക്കൊരു ഐഡിയ ഉണ്ട് ഉള്ളിൽ. അപ്പം അതിന് വേണ്ട ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പം നേന്ത്രപ്പഴം നമുക്ക് ഇവിടെ കിട്ടില്ല, നമുക്കൊരു കൂട്ടർ തന്നതാണ്. നമ്മൾ തൊട്ടടുത്ത് അവരെ നാട്ടിൽ പോയി വന്നപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം കൂടി തന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് നേന്ത്രപ്പഴം. ചിക്കൻ്റെ കാര്യങ്ങൾ ഉമ്മ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടില്ല. അപ്പം ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവളെ കുളിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത്ര റെഡിയാക്കിയിട്ട് പിന്നെ അവളെ കുളിപ്പിക്കാനും അവളുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അവളുടെ കാര്യം. എനിക്ക് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ടൈം പോകണതറിയില്ല. എൻ്റെ ഒരു ഭയങ്കര എൻജോയ്മെൻറ്റും ഭയങ്കര ഹോബിയാണ് ഇവളെ കുളിപ്പിക്കുന്നത്, ഇവളെ ഒരുക്കുന്നത്, ഇവളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. അവളുടെ രാവിലത്തെ ഫുഡും അതുപോലെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവൾ ഒറ്റയ്ക്ക് കളിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ പിന്നെയും നമ്മളുടെ ഉന്നക്കായുടെ ബാക്കി പരിപാടിയിലോട്ടൊന്ന് കിടന്നേ. വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഉന്നക്കായ ആക്കിയിട്ട് ചിക്കൻ തേച്ച് വെക്കാം. ഞാൻ ഉന്നക്കായ ആക്കാൻ വന്നപ്പോൾ ഉമ്മയുടെ ചിക്കൻ്റെ
കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുമിച്ചായിരുന്നു അടുക്കളയിൽ. അപ്പം ഞാൻ പഴം പുഴുങ്ങി അതൊക്കെ നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത്, ഇനിയിപ്പോൾ പഴം പുഴുങ്ങിയിട്ട് കുറച്ചുകൂടി ഓവറായിട്ടാണ്, ഇപ്പോൾ പഴം നല്ലപോലെ പഴുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ചാൽ കയ്യിൽ കിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്യും കേട്ടോ. അങ്ങനെ എൻ്റെ ഉമ്മച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പഴം നല്ല പാകമായിരുന്നു, അപ്പോൾ എനിക്കത് വേണ്ടി വന്നില്ല കേട്ടോ. നല്ല കറക്റ്റായിരുന്നു ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അത് ഫില്ലൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ച്, ഉമ്മ അത് ആ ചിക്കനിൽ വേണ്ട എല്ലാം അവിടെ റെഡിയാക്കി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകണം ഇൻഷാ അല്ലാ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ക്ലീനിങ് ഒക്കെ. ഞാൻ അതിൻ്റെ ഇടയ്ക്കിൽ ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ലുഹർ നമസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അസർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇരുന്ന് അസറും നമസ്കരിച്ചിട്ടാണ് ക്ലീനിങ്ങിന് നിന്നത് കേട്ടോ. ഞാൻ ഇന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിച്ചത്. ഇനി ഹാളിലും റൂമിലും എല്ലായിടത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് എല്ലാ മുക്കിലും മൂലയിലും അവളുടെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ഉണ്ടാവുകയെ എല്ലായിടത്തും കാണാം. അതൊക്കെ ഒന്ന് പിറക്കി ക്ലീൻ ആക്കുക. വെറുതെയാണ്, ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും ക്ലീൻ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിയുമ്പോൾ അതുപോലെയൊക്കെ തന്നെ പിന്നെ ആകും കേട്ടോ. അത് നമ്മൾ ഒരു ടോഡ്ലർ മോമിന് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത് സിറ്റുവേഷൻ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ക്ലീനാക്കി, പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി, റൂമും ഹാളും വീടും കംപ്ലീറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഉടനെ എന്നെ കുളിച്ചിട്ട് പുറത്ത് പോകണമായിരുന്നേ. തുലിപ്സൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ. തുലിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് തന്നെ വലിയൊരു ആഘോഷമാണ്. മാക്സിമം ഒരാഴ്ച ഇത് കാണുള്ളൂ കേട്ടോ. അപ്പം അതിന് ആ ഒരു ടൈമിൽ തന്നെ വേഗം നമ്മൾ പോയി അത് കണ്ട് ആസ്വദിച്ചോളണം എന്നുള്ളതാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പുറത്തേക്ക് ഇറങ്ങി ലേക്ക് എത്തിയപ്പോൾ തന്നെ എന്തോ ഭയങ്കര മനസ്സിനൊരു സന്തോഷം പോലെ കേട്ടോ. തുലിപ്സും ഒക്കെ കണ്ട് കുറേ ആൾക്കാരും നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അവൾക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതും കുറേ ക്രൗഡും പീപ്പിൾസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഭയങ്കര ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ എക്സ്ട്രോവേർട്ടാണ്, വലുതാവും പറയില്ലല്ലോ. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കയറി വരുന്ന സ്ഥലം മുതലേ തുലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പല നിറത്തിലും. കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി കളർ കോമ്പിനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റെഡൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കുറച്ചുകൂടി കളറ് മിക്സ്ഡ് കുറച്ച് കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തുലിപ്സിൽ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് മതി കേട്ടോ ഇവർക്ക്. അതായത് ഇവർ അതൊരു ഹോളിഡേ ആയിട്ട് എടുത്ത് അത് ആസ്വദിക്കുന്നവരാണ് കേട്ടോ ഇവർ. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഇവർ ആ ഒരു ഡേ കംപ്ലീറ്റ് മാറ്റി വെക്കുക. എന്തെങ്കിലും ഒരു തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ലേക്ക് കംപ്ലീറ്റ് ഒരു സ്റ്റാളുകൾ കൊണ്ട് നിറയും. അതായത് അപ്പം തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കും. പലതരത്തിലുള്ള സ്റ്റാളുകൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കണമെങ്കിലോ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ തന്നെ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഇവർക്ക്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഭൂരിഭാഗം കാണുന്നത് ഒരു 50 വയസ്സിന് മേലുള്ളവരായിരിക്കും. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്യും. അതാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈല്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അവരുടെ കയ്യിലുള്ള എല്ലാം എടുത്ത് അത് മാക്സിമം കഴിക്കാനുള്ളതും വാങ്ങിക്കാനുള്ളതും ഒക്കെ വാങ്ങിച്ചും കഴിച്ചും ഒക്കെ ആസ്വദിച്ച് ഒരു ടെൻ്റൊക്കെ ഇട്ട് നല്ല റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്ന് അങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ അവരുടെ കംപ്ലീറ്റ്. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ടോയ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മണ്ണിലൊക്കെ ഇറങ്ങി കളിക്കണമെങ്കിൽ അതിനും വേണ്ടി പ്രത്യേകം ടോയ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരവരുടെ പാട്ടിനും വിട്ട് അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ. അപ്പം അത് നമ്മൾക്കത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മളുടെ നാട്ടിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ ഒരു ചൈനീസുകാരി ഇവളെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി എന്നിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത്. ഈ തുലിപ്സ് കാണാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് വരെ മെട്രോക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇതെല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല. അവർ അതായത് ഇപ്പോൾ ഗവൺമെൻറ് അവരുദ്ദേശിക്കുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഇത് അവർ അറേഞ്ച് ചെയ്യുള്ളൂ. അൽഹംദുലില്ലാ നമ്മുടെ ഭാഗ്യത്തിന് അനുഗ്രഹത്തിന് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്കത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ ലേക്കിൽ. അപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നേ. കാരണം നമ്മളുടെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ചെറി ബ്ലോസം വരും. അതൊക്കെ കാണാനായിട്ട് ലേക്ക് കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ കൊഴിഞ്ഞു പോയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ മാറി ഒരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോയിട്ടോ. ചെന്നിട്ട് പിന്നെ പണി ബാക്കിയുണ്ടല്ലോ. വീട് എത്തിയുള്ളൂ ഉടനെ തന്നെ നമ്മൾ
തേച്ച് വെച്ച മസാല ഉമ്മ അങ്ങനെ തന്നെ ചിക്കന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ച് ഉന്നക്കായ് പൊരിക്കാനുള്ള പരിപാടിയിലോട്ട് ഞാനും നീങ്ങി കേട്ടോ. ഉമ്മ വെക്കുന്നത് ഒരു ചിക്കൻ കറിയല്ല, എന്നാൽ ചിക്കൻ പൊരിച്ചതും അല്ല, ഒരു മുരിഞ്ഞ ഗ്രേവിയുള്ള ഒരു തരത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു സംഭവമാണ് ഉമ്മ റെഡിയാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട്, മീൻകറിയും തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് ആ കറിയുണ്ട്, മീൻ അതിൽ കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മെനു ഉന്നക്കായ, ഈ ചിക്കൻ്റെ ഗ്രേവി, പിന്നെ തലേന്നത്തെ മീൻകറി, വെള്ളയപ്പം, പിന്നെ തലേന്ന് തന്നെ പൊരിച്ചു വെച്ച ഒരു കടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊരെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പ് തുറ മെനു കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും ഉച്ചഭക്ഷണം ഇപ്പോൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവൾക്കും ഇപ്പോൾ ഉച്ചഭക്ഷണം വേണ്ടിയിട്ട് ഇവൾ എന്ത് ചെയ്താലും ഇപ്പോൾ ചോറ് തിന്നാണ്ടായേക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നോമ്പിന് അടിച്ചു വെച്ച ജ്യൂസ്, ഷേക്ക് എന്ന് പറയാം, അപ്പോൾ അത് കൊടുത്തിട്ടോ. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് അതാണ് അവൾക്ക് കൊടുത്തത്. അതും പിന്നെ ഉന്നക്കായുടെ ഉള്ളിൽ വെച്ച ഫില്ലിങ്സ് കുറച്ചധികം ബാക്കിയുണ്ടായി. അപ്പോൾ അത് രണ്ടുമാണ് അവളുടെ ഇന്നത്തെ ലഞ്ചായിട്ട് അവൾ കഴിച്ചത്. ജ്യൂസ് അത്യാവശ്യം തിക്കായതുകൊണ്ട് വയററിയാനത് മതിയേ. അപ്പോൾ അതാ നമ്മുടെ നോമ്പ് തുറ ഐറ്റംസൊക്കെ ഇതാണ് കേട്ടോ. ഇനി പള്ളിയിലത്തെ നോമ്പ് തുറ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചോദിച്ചിട്ട് എനിക്ക് എടുത്തു തന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ചൈനയിലോ പുറത്തെ പള്ളിയിലോ ഒരു നോമ്പ് തുറ. ഇത് യമനി പള്ളിയാണോ പാകിസ്ഥാൻ പള്ളിയാണോ എന്നുള്ളത് എനിക്കിപ്പോൾ ഓർത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആണുങ്ങൾക്ക് കംപ്ലീറ്റ് ഇവിടെ, പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ല കേട്ടോ, ഇതുവരെ ഒരുക്കിയിട്ടില്ല അവർ. അപ്പോൾ ആണുങ്ങൾക്ക് കംപ്ലീറ്റ് ഇവിടെ നോമ്പ് തുറ ഉണ്ടാകും. നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള വിഭവം ഉണ്ടാകും. ഇപ്പം ഖിയാമുൽ പോകുന്നവർക്ക് അത്താഴത്തിനുള്ള ഭക്ഷണം ഉണ്ടാവും കേട്ടോ. അല്ലാഹു സമദ്. يلد ولم يولد ولم നോമ്പ് തുറ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരം, സുന്നത്തും ഇശായും സുന്നത്തും കുറച്ച് ഖുർആനോത്തും ഒക്കെ ഉള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടത്. അവളെപ്പോഴും ഉണ്ടാവും കൂടെ, അങ്ങനെ ശല്യം ചെയ്യൊന്നുമില്ല, അങ്ങനെ കൂടെ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവളായിട്ട് ഞാൻ ഓതും. പിന്നെ അതിന് ശേഷം ഞാൻ തറാവീഹ് നമസ്കരിച്ചു. കുറേ നേരം അധികം ഖുർആൻ ഓതി, കുറേ നേരം വെറുതെ ഇരുന്നു, കുറേ നേരം സ്ക്രോൾ ചെയ്തു, റിലാക്സ് ചെയ്തിരുന്നു, കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ടോ. രാത്രി പിന്നെ കടൊപ്പണ അവൾ ഉറങ്ങുന്നത്. അപ്പോൾ അവളുടെ എല്ലാ കാര്യം കഴിഞ്ഞപ്പോൾ അവൾ പോയിട്ടോ. പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് നേരം എൻ്റെ ഒരു ടൈം ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഇന്നത്തെ എല്ലാ പരിപാടികളും ചെയ്തിട്ടോ. അവളുറങ്ങി. രാത്രി അവൾ കടപ്പുറം ഉറങ്ങി. അപ്പോൾ എല്ലാ ഉറക്കം കഴിഞ്ഞു. ഇവിടെ എല്ലാ വീട് കംപ്ലീറ്റ് ഉറങ്ങി. ഞാൻ മാത്രമേ എഴുന്നേറ്റിരിക്കുന്നത്. പിന്നെ നമസ്കാരം ഖുർആനോത്തും എല്ലാം കഴിഞ്ഞെങ്കിലും ഞാൻ നല്ല ലേറ്റായി ഉറങ്ങുന്നത്. റമദാനിൽ പ്രത്യേകിച്ചും ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങുന്നതും ഏറ്റവും ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതാണ് ഞാനാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ എന്തായാലും എക്സസൈസ് ഒരു മസ്റ്റാണ്. ഒരു ഡെയിലി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ റീലൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11:45 കഴിഞ്ഞു. 12 മണി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ കിടക്കും, എന്നാലും ചിലപ്പോൾ 12 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ലൈഫ് വിചാരിച്ച പോലെ കഴിഞ്ഞു. എനിക്കിപ്പോഴും തീരാറായി. 2-3 നോമ്പ് കൂടി ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. റമദാനിൽ കംപ്ലീറ്റ് വേറൊരു ടൈം ടേബിൾ ആയിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ കിടക്കാൻ പോകുന്നു. എല്ലാവരും ഉറങ്ങി. വീട് കംപ്ലീറ്റ്